ചെറുകോൾ ശുഭാനന്ദ ആശ്രമത്തിൽ 26 വർഷം ആശ്രമാധിപതിയും ശ്രീ ശുഭാനന്ദ ട്രസ്റ്റ് മാനേജിംഗ് ട്രസ്റ്റിയുമായിരുന്ന ആനന്ദ്ജി ഗുരുവിന്റെ ഒരു വർഷം നീണ്ടുനിന്ന ഉത്രാടം ജന്മനക്ഷത്ര ശതാബ്ദി ആഘോഷമായ സർവജ്ഞാനോത്സവം സമാപിച്ചു. ഗോവ ഗവർണർ PS ശ്രീധരൻപിള്ള സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. ചെറുകോൾ ശുഭാനന്ദാശ്രമത്തിൽ 26 വർഷം ആശ്രമാധിപതിയും ശ്രീ ശുഭാനന്ദ ട്രസ്റ്റ് മാനേജിംഗ് ട്രസ്റ്റിയുമായിരുന്ന ആനന്ദ്ജി ഗുരുവിന്റെ ഒരു വർഷം നീണ്ടുനിന്ന ഉത്രാട ജന്മനക്ഷത്ര ശതാബ്ദി ആഘോഷങ്ങൾ സമാപിച്ചു. സമാപന സമ്മേളനം ഗോവ ഗവർണർ PS ശ്രീധരൻപിള്ള ഉദ്ഘാടനം ചെയ്തു. ജ്ഞാനം പകർന്നു നൽകിക്കൊണ്ട് മറ്റാളുകളെ മുഴുവൻ അവൻ്റെ ശക്തിയെപ്പറ്റി മനസ്സിലാക്കുക, അതാൽ ആ ജ്ഞാനഖഡ്ഗം, ആ അവബോധം സൃഷ്ടിച്ചുകൊണ്ട് ഉയരങ്ങളിലേക്ക് മനുഷ്യ മനസ്സുകളെ മാറ്റിയെടുത്തുകൊണ്ട് അടിസ്ഥാനപരമായൊരു മാറ്റം, ആ മാറ്റം നമ്മുടെ സനാതനമായ ആശയത്തിൻ്റെ ഈ നിലയ്ക്കുള്ള ഒരു സങ്കല്പത്തിൽ എല്ലാവരെയും ഒന്നായി കാണാൻ സാധിക്കുന്ന കാഴ്ചപ്പാടിന് എത്രയോ കൊല്ലങ്ങൾക്ക് മുമ്പ് കഴിഞ്ഞ നൂറ്റാണ്ട് തൊട്ടുള്ള ഈ പ്രയാണം പരിശോധിച്ചാൽ ആ പ്രയാണത്തിൽ സ്വയം സമർപ്പിക്കാൻ വേണ്ടി വന്നവരാണ് നിങ്ങളെല്ലാവരും. ഇവിടെ ഇരിക്കുന്ന ഈ കാവ്യവസ്ത്രധാരികളായ സ്വാമിമാരെല്ലാം അതിനുവേണ്ടി സ്വയം സമർപ്പിക്കുകയായിരുന്നു. ആ സമർപ്പണത്തിലൂടെ മാനവരാശിക്ക് അനശ്യൂതം തങ്ങളുടെ ധാർമ്മിക ശക്തി, ധർമ്മമാണ് സർവജ്ഞാനോത്സവം എന്നുള്ള പേരുകൊണ്ട് തന്നെ വാസ്തവത്തിൽ നമുക്ക് ബ്രഹ്മശ്രീ ആനന്ദ്ജി ഗുരുദേവൻ, അദ്ദേഹം നമുക്കറിയാം, ഈ സ്ഥാപകന് ശേഷം വന്ന ചെറു പ്രായത്തിൽ തന്നെ ഇവിടെ എത്തിച്ചേർന്ന് ഇതെല്ലാം പ്രായോഗിക പരിശീലനം ലഭിച്ച് ശുഭാനന്ദ സ്വാമികളുടെ ആ പാത കാണിച്ചതെന്ന് അല്പം പോലും വ്യതിചലിക്കാതെ, അപഭ്രംശം സംഭവിക്കാതെ, പാളം തെറ്റിപ്പോകാതെ അതിലൂടെ ഒരു പുതിയ തലമുറയെ വാർത്തെടുക്കുകയാണ്. അനുഭവജ്ഞാനത്തിലൂടെ വിസ്മയം സൃഷ്ടിച്ച മഹാമാനുഷിയാണ് ആനന്ദ്ജി എന്ന് അദ്ദേഹം പറഞ്ഞു. ശുഭാനന്ദ ട്രസ്റ്റ് സെക്രട്ടറി സ്വാമി ഗീതാനന്ദൻ അധ്യക്ഷനായി. ആശ്രമാധിപതി ദേവാനന്ദ ഗുരു അനുഗ്രഹ പ്രഭാഷണം നടത്തി. ഏതു ദുഃഖം രക്ഷിതാവേ എൻ്റെ കൂടെ വാഴണേ നാഥ, വിലയേറിയ അല്ലെങ്കിൽ മൂല്യവർദ്ധിതമായ ഒരു വസ്തു ഈ പ്രപഞ്ചത്തിൽ അല്ലെങ്കിൽ ഈ ലോകത്തിൽ ഉയർന്നു വരണമെങ്കിൽ വളരെയേറെ പ്രതിസന്ധികൾ കടന്ന് വേണം വരാൻ. ഓർത്തഡോക്സ് സഭ മാവേലിക്കര ഭദ്രാസനാധിപൻ ഡോക്ടർ എബ്രഹാം മാർ എപ്പിഫാനിയോസ് മെത്രാപ്പോലിത്ത ആശീർവാദം നിർവഹിച്ചു. രമേശ് ചെന്നിത്തല MLA, ശുഭാനന്ദ തപോ ഗോപുര ശില്പി പത്മശ്രീ ഡോക്ടർ വേലു ആനന്ദാചാരി, പ്രബുദ്ധ കേരളം എഡിറ്റർ സ്വാമി നന്ദാത്മജാനന്ദ, PMA സലാം, ശുഭാനന്ദ ദർശനം മാസിക മാനേജിംഗ് എഡിറ്റർ സ്വാമി ജ്യോതിർമയാനന്ദൻ, ട്രസ്റ്റ് ഉപദേശ സമിതി അംഗം രാമചന്ദ്രൻ പിള്ള വള്ളികുന്നം എന്നിവർ ആശംസാ പ്രസംഗം നടത്തി. സമ്മേളനവേദിയിൽ ജന്മശതാബ്ദി ആഘോഷങ്ങളുടെ ഭാഗമായി നിർമ്മിച്ചു നൽകിയ വീടുകളുടെ സമർപ്പണവും ചികിത്സാ സഹായ വിതരണവും ഗോവ ഗവർണറും ദേവാനന്ദ ഗുരുവും ചേർന്ന് നിർവഹിച്ചു. സർവജ്ഞാനോത്സവം സ്മരണിക പ്രകാശനവും ജ്ഞാനപ്രകാശം ശുഭാനന്ദ ഗീതം കീർത്തന പുസ്തകത്തിന്റെ 8, 9, 10 വാല്യങ്ങളുടെ പ്രകാശനവും വേദിയിൽ നിർവഹിച്ചു. സ്വാമി വിവേകാനന്ദൻ സ്വാഗതവും ട്രസ്റ്റ് ഉപദേശ സമിതി കൺവീനർ അഡ്വക്കേറ്റ് PK വിജയപ്രസാദ് കൃതജ്ഞതയും പറഞ്ഞു. വൈകിട്ട് 7 മണിക്ക് മരത്തോർവട്ടം ബാബു, ജയകൃഷ്ണൻ എന്നിവരുടെ നാദസ്വര സേവയും രാത്രി 10-ന് തിരുവനന്തപുരം മാർഗി കഥകളി സ്കൂൾ അവതരിപ്പിച്ച മേജർ സെറ്റ് കഥകളിയും നടന്നു. CD നെറ്റ് ന്യൂസ്, മാന്നാർ.